ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ SS ആണ് കേട്ടോ, സോഷ്യൽ സ്റ്റഡീസ്. അതിലെ 6th ചാപ്റ്ററായ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്പ് എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം എന്താണെന്നുള്ളത്. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് മാപ്പ് എന്താണ്? ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ അല്ലെ. ഭൂപടങ്ങളിൽ എന്താണ്? അവശ്യ ഘടകങ്ങൾ അല്ലെ. ഒബ്സർവ് ദ മാപ്പ് ഗിവൺ ബിലോ എന്താണ്? ചുവടെ നൽകിയിരിക്കുന്ന ഈ മാപ്പ് ഒന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു ഹെഡിങ് ഉണ്ട് അല്ലെ, കേരള ഫിലോസഫി എന്താ ഫിസിയോഗ്രഫി അല്ലെ, എന്താണ് കേരളത്തിന്റെ ഭൂപ്രകൃതി അല്ലെ. പിന്നെന്താണ് വേറെ എന്തൊക്കെയുണ്ട് നോക്കിയാ നിങ്ങള്, പേരുകളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ, അവിടെ ഉണ്ട്. പിന്നെ ഇൻഡെക്സ് തന്നിട്ടുണ്ട് അല്ലെ. യെല്ലോ, ഈ ചിത്രത്തിലുള്ള യെല്ലോ കളറിന് എന്താണ്? കോസ്റ്റൽ ഏരിയനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെന്താണ് ഗ്രീൻ കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? മിഡ്ലാൻഡിനെയാണ്. പിന്നെ ബ്രൗൺ കളർ സൂചിപ്പിക്കുന്നത് ഹൈലാൻഡിനെ അല്ലെ. ഇങ്ങനെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അല്ലെ. പിന്നെ നിങ്ങൾ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇല്ലേ, ഇത് നമ്മൾ ഈ പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ നോർത്ത് മുകൾ വശത്തായിരിക്കും കേട്ടോ. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് താഴെയായിട്ട് സൗത്ത് ആയിരിക്കും. അപ്പൊ അത് ആലോചിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളെ ശരീരം നോക്കുക അല്ലെ, നമ്മളെ മുഖത്ത് നോസ് ഇല്ല, നോസ് മുകളിലല്ലേ കിടക്കുന്നത്. അപ്പൊ നോസ് നോർത്ത് അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. പിന്നെ താഴെ സൗത്ത് അല്ലെ. പിന്നെ അതിന്റെ എന്താണ് നമ്മളെ വലതുവശം ഈസ്റ്റും, പിന്നെ അതിന്റെ എന്താ ലെഫ്റ്റ് ഇടതുവശം വെസ്റ്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എന്താക്കും, നമ്മളെ മൈൻഡിൽ അത് നിന്നോളൂ കേട്ടോ. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ഇൻ ദ അബോവ് മാപ്പ് ഓഫ് കേരള ABCDENF ഇൻഡിക്കേറ്റ് ഓൾ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ മാപ്പ് അല്ലെ. ഈ ചിത്രത്തിൽ എന്താണ് ABCDEF എന്ന് പറഞ്ഞ കുറച്ച് ലെറ്റേഴ്സ് ഇല്ലേ, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മക്കളെ? അത് സൂചിപ്പിക്കുന്നത് ഓൾ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ മാപ്പ് അല്ലെ. എല്ലാ ഈ മാപ്പിന്റെ എല്ലാ എന്താണ് പറഞ്ഞത്? എല്ലാ എസെൻഷ്യൽ അല്ലെ, മാപ്പിന്റെ എസെൻഷ്യൽ ആണ് അല്ലെ. എസെൻഷ്യൽ ആണ് മാപ്പിന്റെ എസെൻഷ്യൽ എലമെന്റ്സിനെയാണ് എന്താക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് അല്ലെ. ഭൂപടങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യ ഘടകങ്ങൾ അടയാളപ്പെടുത്തിയ ഭൂപടമാണ് ഇത് അല്ലെ. ഇതിൽ ABCDEF എന്ന് പറഞ്ഞ എന്താണ്? എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നവയാണ് എന്ത്? ഭൂപടങ്ങളുടെ അവശ്യ ഘടകങ്ങൾ അല്ലെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മാപ്പ് ആൻഡ് ദ ടേബിൾ 6.1 the essential elements of a map can be identified easily അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഈ ഭൂപടങ്ങളുടെ അല്ലെ, ഭൂപടത്തിന്റെയും പിന്നെ അതിൽ നൽകിയിരിക്കുന്ന ടേബിളിന്റെയും സഹായത്താൽ എന്താണ് ഈ മാപ്പിന്റെ അവശ്യ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ഏത് ഭൂപടം വരയ്ക്കുമ്പോൾ നമുക്ക് എന്താക്കണം? ഈ ഇതൊക്കെ വേണം എന്നാണ് പറയുന്നത് അല്ലെ. നോക്കൂ, ലെറ്റേഴ്സ് അല്ലെ, ABCDEF അല്ലെ. അവിടെ എന്താണ് ഈ ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ അല്ലെ. ഈ ഒരു മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ എന്താണ് നിർബന്ധമാണ്. എന്താണ് ടൈറ്റിൽ അല്ലെ. ഇതാ നോക്കൂ, ഇവിടെ ടൈറ്റിൽ എന്താണ്? കേരള ഫിസിയോഗ്രഫി അല്ലെ. കേരളത്തിന്റെ ഈ ഫിസിയോഗ്രഫീന്റെ മാപ്പാണ് ഇത് കാണിക്കാനുള്ളതാണ് ടൈറ്റിൽ അല്ലെ. പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്? ബി എന്താണ്? സ്കെയിൽ അല്ലെ. ബി സ്കെയിൽ, തോത് പറയണം. പിന്നെ സി എന്താ പറഞ്ഞിരിക്കുന്നത്? ദിക്ക് അല്ലെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ, അത് പറഞ്ഞിരിക്കണം. പിന്നെന്താണ്? ഡി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് അല്ലെ. പിന്നെ ഇ എന്താണ്? കൺവെൻഷണൽ. ഡി എവിടെ? എന്താ ഡി. ഇനി ഇ എന്താണ്? കൺവെൻഷണൽ സിമ്പിൾസ് ആൻഡ് കളേഴ്സ്. പിന്നെ എഫ് ഇൻഡെക്സ് അല്ലെ, സൂചിക. ഇതൊക്കെ അല്ലെ. ലെറ്റ് us examine the importance of each one of them അല്ലെ. അപ്പൊ ഇവ ഓരോന്നിന്റെയും പ്രസക്തി എന്തെന്ന് നമുക്ക് പരിശോധിക്കാം അല്ലെ. ടൈറ്റിൽ, ഈ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്? A ആണ് അല്ലെ, നമ്മളെ അല്ലെ. അപ്പൊ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ ഡെപിക്റ്റഡ് ആൻഡ് ദ കോണ്ടിനെന്റ് ഓഫ് ദ മാപ്പ്. ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മാപ്പ് അല്ലെ. ഈ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ടൈറ്റിൽ ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും നമ്മൾ എന്താക്കണം? ഈ ടൈറ്റിലിൽ സൂചിപ്പിച്ചിരിക്കുന്നു അല്ലെ. ഇവ പൊതുവെ എന്താണ്? ഈ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്താണ് അല്ലെ. ടോപ്പ് ഓഫ് ദ മാപ്പ് ആണ് എന്താക്കുന്നത്? ടൈറ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കുക അല്ലെ. Observe the maps in the social science lab of your school and prepare a table after classifying them. എന്താണ്? സ്കൂളിലെ SS ലാബിലുള്ള ഭൂപടങ്ങൾ പരിശോധിച്ച് ഏതെല്ലാം പ്രദേശങ്ങളുടെ ഭൂപടങ്ങളാണ് ഉള്ളതെന്ന് കണ്ടെത്തി എന്താക്കുക? ടേബിൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്കെയിൽ അല്ലെ. ബി എന്താണ് നമ്മൾ പറഞ്ഞത്? സ്കെയിൽ ആണ് അല്ലെ. Shall we draw the plan of our school buildings? First we have to measure the length and breadth of the building using measuring tape. Assume that the length is 30 meters and breadth is 10 meters. Can you draw a plan of the school using these measurements? Let us do this in the following steps. എന്താണ്
ഇപ്പൊ ഈ സ്കെയിൽ ഇതാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സ്കൂൾ കെട്ടിടത്തിന് ഒരു പ്ലാൻ നമുക്ക് വരച്ചു നോക്കിയാലോ. ഇതിന് ആദ്യം ചെയ്യേണ്ട എന്താ, ടാപ്പ് ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ നീളവും വീതിയും അളക്കുകയാണ് അല്ലെ. അളന്നപ്പോൾ കിട്ടിയ നീളം എത്ര, 30 മീറ്ററും വീതി 10 മീറ്ററുമാണെന്ന് ഇരിക്കട്ടെ. ഈ അളവുകൾ ഉപയോഗിച്ച് നമുക്ക് സ്കൂൾ കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കാൻ പറ്റുമോ? 10 മീറ്ററും 30 മീറ്ററും ഒക്കെ നമ്മളെ പേപ്പറിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ, പേപ്പറിൽ അതിനകത്തൊന്നും ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, ഈ പ്രവർത്തനം താഴെ പറയുന്ന ഘട്ടങ്ങളായി നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെയാണ്? സ്റ്റെപ്പ് 1 എന്താണ്, ട്രൈ ടു ഡ്രോ ദ ലെങ്ത് ആൻഡ് breadth of the building in as such on a paper. You will find that it is not possible. എന്താണ്, കെട്ടിടത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ് അതേപടി കടലാസിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കൂ. നീളവും വീതിയും കടലാസിൽ ഒതുങ്ങുന്നില്ല അല്ലെ. ഇനി സ്റ്റെപ്പ് 2 എന്താണ്, shall we draw 30 meters as 30 centimeters? Now it is possible to draw this on a large sheet of paper. If we adopt this method, that would be the breadth of the building when scaled in centimeters. You must have understood that it is to be 10 centimeters. എന്താണ്, 30 മീറ്റർ നീളം എന്നാൽ 30 സെന്റിമീറ്റർ ആക്കി വരച്ചു നോക്കിയാലോ. ഇപ്പോൾ ഒരു വലിയ പേപ്പറിൽ എന്താക്കാൻ പറ്റും, ഈ നീളം രേഖപ്പെടുത്താൻ കഴിയും അല്ലെ. ഇതേ രീതി ഉപയോഗിച്ചാൽ എന്താണ്, കെട്ടിടത്തിന്റെ വീതി വരയ്ക്കാൻ എത്ര സെന്റിമീറ്റർ വേണം, 10 സെന്റിമീറ്റർ വേണ്ടി വരും എന്ന് മനസ്സിലായില്ലേ. ഈ സ്റ്റെപ്പ് 3 എന്താണ്, ഡ്രോ ദ ലെങ്ത് ഓഫ് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ബിൽഡിംഗ് അല്ലെ. ഇനി കെട്ടിടത്തിന്റെ നീളവും വീതിയും വരയ്ക്കൂ. കണ്ടോ, 30 സെന്റിമീറ്ററും 10 സെന്റിമീറ്റർ അല്ലെ, 30 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തിന്റെയും എന്താ ബിൽഡിങ്ങിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് അല്ലെ, അത് വരച്ചു. യു ഹാവ് സെലക്ടഡ് ദ റേഷ്യോ ഓഫ് 1 centimeter to each meter. Scale is the technique that we have adopted to draw length and breadth conveniently. Here length and breadth are represented on a scale of 1 centimeter to 1 meter. Scale is the relative distance used to represent the distance between two places on the earth. Scale should be maintained while preparing maps. Through this, large areas can be drawn on a paper with accuracy. Moreover, scale can be used to measure the actual distance between places on a map. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്കൂൾ കെട്ടിടത്തിന്റെ ഓരോ മീറ്റർ നീളവും വീതി എന്താണ് കടലാസിൽ വരയ്ക്കാൻ ഓരോ സെന്റിമീറ്റർ എന്ന റേഷ്യോ നിങ്ങൾ തെരഞ്ഞെടുത്തത് അല്ലെ. നീളവും വീതിയും സൗകര്യപ്രദമായ രേഖപ്പെടുത്താൻ നാം ഇവിടെ ഉപയോഗിച്ച എന്താണ്, ഈ സാങ്കേതമാണ് എന്ത് പറയുന്നത്, സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ നീളം വീതി എന്നിവ ചിത്രീകരിച്ചത് 1 സെന്റിമീറ്ററിന് 1 മീറ്റർ എന്ന ഇതിലാണ് അല്ലെ. എന്ത് അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നീളവും വീതിയും സൗകര്യപ്രദമായ രേഖപ്പെടുത്താൻ നാം ഇവിടെ ഉപയോഗിച്ച സാങ്കേതമാണ് സ്കെയിൽ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ നീളം വീതി എന്നിവ ചിത്രീകരിച്ചത് എന്താണ്, 1 സെന്റിമീറ്ററിന് 1 മീറ്റർ എന്ന തോതിലാണ് അല്ലെ. അപ്പൊ എന്താണ്, ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന റേഷ്യോസ് എന്താണ്, അതാണ് എന്ത്, ആനുപാതിക എന്താണ് അകലമാണ് എന്ത് ഈ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ലാർജ് ഏരിയസ് ക്യാൻ ബി ഡ്രോൺ ഓൺ എ പേപ്പർ വിത്ത് ആക്യുറസി. മോറോവർ സ്കെയിൽ ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേസസ് ഓൺ എ മാപ്പ് കേട്ടോ. എന്താണ്, ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് ആനുപാതിക അകലമാണ് എന്ത് സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. തോത് ഉപയോഗിച്ച് മാത്രമേ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ അല്ലെ. ഇതിലൂടെ വലിയ ഭൂപ്രദേശങ്ങൾ ആവശ്യാനുസരണം കൃത്യതയോടെ ചെറുതാക്കി വരയ്ക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ഭൂപടത്തിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കാൻ തോത് ഉപയോഗപ്പെടുന്നു അല്ലെ. സ്കെയിൽ ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേസസ് ഓൺ എ മാപ്പ്. എന്താണ് ഇവിടെ പറയുന്നത്, ഇവിടെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കിലാക്കാൻ തോത് ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്കെയിൽ ഇസ് ദ റിലേറ്റീവ് ഡിസ്റ്റൻസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ് on the earth. ഇവിടെ പറഞ്ഞ എന്താണ്, ഈ ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് എന്ത് തോത്. ഇതാണ് റിലേറ്റീവ് ഡിസ്റ്റൻസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ് ഓൺ ദ എർത്ത്. ഓക്കെ, പിന്നെ എന്താ ഇവിടെ പറഞ്ഞത്, സ്കെയിൽ ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേസസ് ഓൺ എ മാപ്പ് അല്ലെ. എന്താണ് ഇവിടെ ഈ മാപ്പിലുള്ള വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കാനും എന്താണ് ഈ സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് മാപ്സ് വിത്ത് ഡിഫറെന്റ് സ്കെയിൽസ്. എന്താണ് ഡിഫറെന്റ് മാപ്പ് അല്ലെ, ഭൂപടങ്ങളിലെ തോതുകൾ പല വിധമുണ്ട് അല്ലെ. സ്കെയിൽ ക്യാൻ ബി ഡെപിക്റ്റഡ് ഇൻ 3 വേസ്, സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെ. എന്താണ് നമുക്ക് ഇവിടെ 3 വിധത്തിൽ എന്താക്കാം മാപ്പിന് തോതുകൾ രേഖപ്പെടുത്താൻ പറ്റും അല്ലെ. ഏതൊക്കെയാണ്, ഒന്ന് സ്റ്റേറ്റ്മെന്റ് മെത്തേഡില്, പിന്നെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ
ഫ്രാക്ഷൻ മെത്തേഡിലും ഗ്രാഫിക്കൽ മെത്തേഡിലും ഒക്കെ ഈ 3 വിധത്തിലാണ് എന്താക്കിയ മാപ്പുകളിൽ ഈ സ്കെയിൽ അടയാളപ്പെടുത്താൻ പറ്റുക അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് എങ്ങനെയാണ്? പ്രസ്താവന രീതി എങ്ങനെയാണ്? ഉദാഹരണം എക്സാമ്പിൾ 1 സെന്റിമീറ്റർ ടു 10 കിലോമീറ്റർ അല്ലെ, 1 സെന്റിമീറ്റർ 10 കിലോമീറ്റർ എന്നുള്ളതിലാണ് അല്ലെ. പിന്നെ എന്താണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് എങ്ങനെയാണ്? എക്സാമ്പിൾ 1:10 യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh അല്ലെ, 1:10 lakh അല്ലെ. ഗ്രാഫിക്കൽ സ്കെയിൽ എക്സാമ്പിൾ ഇതാ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഇതാണ് അല്ലെ വരുന്നത്. ഇങ്ങനെ വരും ഗ്രാഫിക്കൽ സ്കെയിലിൽ. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് സ്കെയിൽ അല്ലെ, ഡിഫറെന്റ് മാപ്സ് വിത്ത് ഡിഫറെന്റ് സ്കെയിൽസ്. 3 ഇതിൽ സ്കെയിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അത് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് ആൻഡ് ജോഗ്രഫിക്കൽ മെത്തേഡ് അല്ലെ. ഇനി നോക്കുക എന്താണ് അടുത്ത ഡയറക്ഷൻ ആണ് അല്ലെ. ഡയറക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒന്നാണ് അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് മുമ്പ് അല്ലെ. ഡയറക്ഷൻ ഈസ് അനദർ മേജർ എലമെന്റ്സ് ഓഫ് എ മാപ്പ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആർ ദ 4 മേജർ ഡയറക്ഷൻ അല്ലെ. 4 ഡയറക്ഷൻ ആണ് നമുക്കുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അല്ലെ. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അല്ലെ. ഇങ്ങനെ 4 ഡയറക്ഷൻ ആണ് നമുക്കുള്ളത് അല്ലെ. മാഗ്നറ്റിക് കോമ്പസ് 6.2 അല്ലെ, ചിത്രമാണ് മാഗ്നറ്റിക് കോമ്പസ് അല്ലെ. ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻസ് അല്ലെ. എന്താണ്? ഈ ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് എന്ത്? ഈ മാഗ്നറ്റിക് കോമ്പസ് അല്ലെ. മേജർ ഡയറക്ഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4 സബ്ഡിവിഷൻസ് ആസ് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? പ്രധാന ഡയറക്ഷൻസിനെ എന്തൊക്കെ നമുക്ക് മേജർ ഡയറക്ഷൻസിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 4 സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നോർത്ത് വെസ്റ്റ് അല്ലെ. നോക്കൂ ഇവിടെ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ. നോർത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിൽ നോർത്ത് വെസ്റ്റ്, നോർത്തിന്റെയും ഈസ്റ്റിന്റെ ഇടയിൽ നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റിന്റെയും സൗത്തിന്റെ ഇടയിൽ സൗത്ത് ഈസ്റ്റ്, പിന്നെ വെസ്റ്റിന്റെയും സൗത്തിന്റെ ഇടയിൽ സൗത്ത് വെസ്റ്റ് അല്ലെ. ഇങ്ങനെ എന്താക്കാം നമുക്ക് സബ് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് എന്താക്കാം ഡിവൈഡ് ചെയ്യാം അല്ലെ. ഇപ്പൊ ഇത് നിരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാണ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ? ഡയറക്ഷൻസ് ആർ എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് പ്ലേസസ് ഓൺ എ മാപ്പ് അല്ലെ. ഈ മാപ്പിന്റെ സ്ഥലങ്ങളുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന് നമുക്ക് എന്താണ് ഈ ഡയറക്ഷൻസ് ആവശ്യമാണ് കേട്ടോ. അപ്പൊ ടീച്ചർ പറഞ്ഞ മാതിരി എന്താ? നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലാണ് എപ്പോഴും നോസ് അല്ലെ. നമ്മുടെ നോസ് മുകളിലല്ലേ. അപ്പൊ ആ നോസ് നോർത്ത് ആലോചിക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത് കേട്ടോ. പിന്നെന്താണ്? അതിന്റെ വലതുവശം എന്താണ്? ഈസ്റ്റും. പിന്നെ അതിന്റെ നമ്മളെ എന്താണ്? വലതുവശം ഈസ്റ്റും ഇടതുവശം വെസ്റ്റും ആണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കുക കേട്ടോ. ഇനി ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. എന്താണ് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും നോക്കാം അല്ലെ. നോക്കൂ, ഒബ്സർവ് പിക്ചർ 6.4. ഹാവ് യു സീൻ ദ ലൈൻസ് ഡ്രോൺ ലെങ്ത് വൈസ് ആൻഡ് ബ്രെഡ്ത്ത് വൈസ്? എക്സാമിൻ ദ ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ്. ആർ യു ഏബിൾ ടു സീ സച്ച് എ ലൈൻസ് ഓൺ ഇറ്റ്? നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കൂ, കണ്ടോ കുറച്ച് ലൈൻസ് കണ്ടില്ലേ? ഈ ലൈൻസിൽ എന്താണ്? ലെങ്ത് വൈസും ഉണ്ട്, ബ്രെഡ്ത്ത് വൈസും ഉണ്ട് അല്ലെ. ഈ മാപ്സ് സോഷ്യൽ സയൻസ് ലാബിൽ നിങ്ങൾ നോക്കിയാൽ ഗ്ലോബിൽ കാണാൻ പറ്റും അല്ലെ. ആർ യു ഏബിൾ ടു സീ സച്ച് ലൈൻസ് ഓൺ ഇറ്റ്? എന്താണ്? ഇത്ര ഇങ്ങനെ ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് എന്ത് പറയുന്നത്? സച്ച് ലൈൻസ് ഡ്രോൺ ഹോറിസോണ്ടലി അക്രോസ് ദ ഗ്ലോബ് ആൻഡ് മാപ്സ് ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്സ് അല്ലെ. ഹോറിസോണ്ടലിയും കുറുകെ വരച്ചിരിക്കുന്ന അല്ലെ. ഗ്ലോബില് ഭൂപടങ്ങളിൽ എന്താണ് ഈ ഹോറിസോണ്ടലായി വരച്ചിരിക്കുന്ന വരച്ചിരിക്കുന്ന രേഖകളാണ് എന്ത്? ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ. ദേ ആർ ഷോൺ ഇൻ ഡിഗ്രീസ് അല്ലെ. അവ എന്താണ്? ഇവ ഡിഗ്രി അളവിലാണ് എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ദ ഹോറിസോണ്ടൽ ലൈൻ ഡ്രോൺ എക്സാക്ട്ലി അറ്റ് ദ സെന്റർ ഓഫ് ദ ഗ്ലോബ് ഈസ് ദ ഇക്വേറ്റർ അല്ലെ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചെറിയ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദ ഹോറിസോണ്ടൽ ലൈൻ ഡ്രോൺ എക്സാക്ട്ലി അറ്റ് ദ സെന്റർ ഓഫ് ദ ഗ്ലോബ് ഈസ് ദ ഇക്വേറ്റർ അല്ലെ. എന്താണ്? ഗ്ലോബിന്റെ നേർ മധ്യത്തിലായി വരച്ചിരിക്കുന്ന എന്താണ്? ലാറ്റിറ്റ്യൂഡ്സിന്റെ ആണ് എന്താണ്? The horizontal line അല്ലെ, exactly at the center of the globe. ഗ്ലോബിന്റെ സെന്ററിൽ ഹോറിസോണ്ടൽ ലൈൻ വരച്ചിരിക്കുന്നത് അതാണ് എന്ത്? ഇക്വേറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് എ 0 degree latitude. Latitudes are marked north and south of the equator up to 19 degree. 90 degree north latitude is known as the north pole and 90 degree south latitude is the south pole. സിമ്പിൾ ആണ് പഠിക്കുക അല്ലെ. 90 degree north latitude നോർത്ത് പോളും 90 degree south latitude സൗത്ത് പോളും. ഓക്കെ, അങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പൊ ഹോറിസോണ്ടൽ ലൈൻ ഡ്രോൺ എക്സാക്ട്ലി at the center of the globe. ഗ്ലോബിന്റെ നടുക്കായിട്ട് കറക്റ്റ് ആയിട്ട് ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടാവും. അതാണ് എന്ത്? ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? 0 ഡിഗ്രിയിലാണ് അത് അല്ലെ.
പിന്നെ അതുപോലെ എന്താണ് ഈ ലാറ്റിറ്റ്യൂഡ്സ് ആർ മാർക്ക്ഡ് നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ അപ് ടു 90 ഡിഗ്രി അല്ലെ. പിന്നെന്താണ് അതിന്റെ നോർത്തിലും സൗത്തിലും എന്താണ് 90 ഡിഗ്രി വരെ എന്താണ് ഈ ലാറ്റിറ്റ്യൂഡ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ് എന്ത് നോർത്ത് പോളും, 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് ആണ് സൗത്ത് പോൾ എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി ഇമാജിനറി സർക്കിൾസ് ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്സ് അല്ലെ. എന്താണ് ഈ പാരലൽ ടു ഇക്വേറ്റർ അല്ലെ, ഇക്വേറ്ററിന് സമാന്തരമായിട്ട് എന്താണ് സർക്കിൾസിന്റെ ആകൃതിയിൽ എന്താണ് സാങ്കല്പിക രേഖകളെയാണ് എന്ത് ഈ ലാറ്റിറ്റ്യൂഡ്സ് എന്നറിയപ്പെടുന്നത് കേട്ടോ. എന്താണ് ഇമാജിനറി സർക്കിൾസ് ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ, ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് ഒരു ഇമാജിനറി സർക്കിൾസ് വരച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനത്തെ രേഖകളെയാണ് എന്താക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ലാറ്റിറ്റ്യൂഡ്സ് ആണ് അല്ലെ, ഇതൊക്കെ ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഓക്കെ, പിന്നെ ഇതാണ് എന്ത് ഇക്വേറ്റർ, ഇതാണ് ഇക്വേറ്റർ അല്ലെ, ഇത് ഇക്വേറ്റർ. ഓക്കെ, പിന്നെ എന്താണ് ഇതാണ് 0 ഡിഗ്രിയിൽ അല്ലെ. പിന്നെ നോർത്ത് പോള്, ഇത് സൗത്ത് പോള് താഴെയുള്ളത് അല്ലെ. ഓക്കെ, മനസ്സിലായല്ലോ. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഐഡന്റിഫൈ മേജർ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദെയർ വാല്യൂസ് ഇൻ ഡിഗ്രീസ്. എന്താണ് നിങ്ങൾ ഗ്ലോബ് നിരീക്ഷിച്ച് പ്രധാന ലാറ്റിറ്റ്യൂഡ്സും പിന്നെ എന്താണ് അവയുടെ ഡിഗ്രി അളവുകളും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവിംഗ് നോട്ടീസ് ദ ലൈൻസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ജോയിനിങ് ദ നോർത്ത് ആൻഡ് ദ സൗത്ത് പോൾസ്, ദീസ് ലൈൻസ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഇപ്പൊ നമ്മൾ എന്താണ് ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഈ ലൈൻസിനെയാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞത് അല്ലെ. പിന്നെ ഇതാ താഴോട്ട് അല്ലെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഈ ലൈൻസ് ആണ് ഇത് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് North and South poles അല്ലെ. These lines are called longitudes. They are also shown in degrees. അതും എന്താണ് ഡിഗ്രിയിലാണ് കാണിക്കുന്നത് അല്ലെ. പിന്നെന്താണ് observe the globe and identify the major longitudes such as 0 degree and 180 degree അല്ലെ. ഈ ഗ്ലോബ് നിരീക്ഷിച്ച് എന്താണ് പ്രധാന ഈ ലോഞ്ചിറ്റ്യൂഡ്സ് ആയ 0 ഡിഗ്രി 180 ഡിഗ്രിന്റെയും ലോഞ്ചിറ്റ്യൂഡ്സ് എന്താക്കുക കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. A place on maps and globe is located on the basis of latitudes and longitudes. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ place on maps and globe അല്ലെ. ഈ മാപ്പ് ഗ്ലോബ് നിരീക്ഷിച്ച് ഭൂപടം മാപ്പും ഗ്ലോബും എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിന്റെ സ്ഥാന നിർണയം നടത്തുന്നത് ഏതിലാണ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സിലൂടെയാണ് നമ്മൾ എന്താക്കുന്നത് സ്ഥാന നിർണയം നടത്തുന്നത് അല്ലെ. ഒബ്സർവ് ദ വേൾഡ് മാപ്പ് ആൻഡ് ഗ്ലോബ് ആൻഡ് ഐഡന്റിഫൈ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ വിച്ച് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ്. ഇനി നിങ്ങൾ എന്താക്കുക ഈ ലോക ഭൂപടം വേൾഡ് മാപ്പ് നോക്കിയിട്ട് ഗ്ലോബ് നിരീക്ഷിച്ചിട്ട് എന്താ ഇന്ത്യയുടെ സ്ഥാനം ഏതെല്ലാം ലാറ്റിറ്റ്യൂഡ്സിനും ലോഞ്ചിറ്റ്യൂഡ്സിന്റെയും ഇടയിലാണെന്ന് നിങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇനി കൺവെൻഷണൽ സയൻസ് ആൻഡ് സിംബൽസ്. എന്താണ് കൺവെൻഷണൽ സയൻസ് ആൻഡ് സിംബൽസ് എന്നുള്ളത് അല്ലെ. അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളുമാണ് അല്ലെ. ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫേസ് ലൈക്ക് മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, വാട്ടർ ബോഡീസ്, റൂട്ട്സ്, സെറ്റിൽമെന്റ്സ്, അഗ്രികൾച്ചറൽ ലാൻഡ്സ് എക്സെട്ര ആർ ഡെപിക്റ്റഡ് ഓൺ മാപ്സ് യൂസിംഗ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കളേഴ്സ്, സയൻസ് ആൻഡ് സിംബൽസ് അല്ലെ. എന്താണ് ഈ ഭൗമോപരിതലത്തിലെ എർത്ത് സർഫേസിന്റെ അല്ലെ വിവിധ സവിശേഷതകളായ എന്ത് മൗണ്ടെയിൻസ് പർവ്വതങ്ങൾ, പ്ലാറ്റ്യൂസ് അല്ലെ പീഠഭൂമികൾ, പ്ലെയിൻസ് അല്ലെ സമതലങ്ങൾ, പിന്നെന്താണ് വാട്ടർ ബോഡീസ് ജലാശയങ്ങൾ വെള്ളത്തിലെ, പിന്നെന്താ റൂട്ട്സ് അല്ലെ ഗതാഗത മാർഗങ്ങൾ, പിന്നെന്താണ് സെറ്റിൽമെന്റ്സ് എന്താണ് പാർപ്പിടങ്ങൾ, അഗ്രികൾച്ചറൽ ലാൻഡ്സ് കൃഷിയിടങ്ങളിൽ മുതലായവ ഈ ഭൂപടങ്ങളിൽ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത് അല്ലെ. ഇതൊക്കെ എന്താണ് ഈ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കളേഴ്സും സയൻസും സിംബൽസും ഒക്കെ വെച്ചിട്ടാണ് എന്താക്കുന്നത് ഇതൊക്കെ ചിത്രീകരിക്കുന്നത്. മനസ്സിലായല്ലോ, വെറുതെ കളർ ഇടുകയല്ല. ഇതൊക്കെ എന്താണ് ഇന്റർനാഷണൽ ആക്സെപ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വെച്ചിട്ടാണ് കളേഴ്സും സയൻസും സിംബൽസും വെച്ചിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഒബ്സർവ് ദ മാപ്സ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ് ആൻഡ് ഐഡന്റിഫൈ ദ കളേഴ്സ് ആൻഡ് സയൻസ് യൂസ്ഡ്. അപ്പൊ നിങ്ങൾ SS ലാബിൽ പോയിട്ട് എന്താണ് ഈ മാപ്പും അതുപോലെ ഗ്ലോബൊക്കെ നിരീക്ഷിച്ച് അവയിൽ നൽകിയിരിക്കുന്ന നിറങ്ങളും ചിഹ്നങ്ങളും മനസ്സിലാക്കുക പോയിട്ട്. ഓക്കെ, ഇനി ഇൻഡെക്സ് എന്താ നോക്കുക അല്ലെ സൂചിക. ഇൻഡെക്സ് ഈസ് ദ കീ ടു മാപ്പ് റീഡിംഗ്. ഇൻഡെക്സ് റെപ്രസെന്റ് ദ കളേഴ്സ് ആൻഡ് സയൻസ് ഓൺ എ മാപ്പ്. Characteristics of a map is understood using the index. Analyze the index of maps in your social science lab and understand its features. എന്താണ് ഇവിടെ പറയുന്നത് ഈ ഭൂപട വായനക്കുള്ള ഒരു മാർഗമാണ് എന്ത് ഇൻഡെക്സ് അല്ലെ. ഈ ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് എന്ത് ഈ
ഇൻഡെക്സ് അല്ലെ. ഈ ഇൻഡെക്സ് ഉപയോഗിച്ചാണ് എന്ത് ഭൂപടങ്ങളുടെ ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കുന്നത്, സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ SS ലാബിലെ ഭൂപടങ്ങളിലെ സൂചിക ഈ വിശകലനം ചെയ്ത് എന്താണ് ഈ മാപ്പിന്റെ ഫീച്ചേഴ്സുകൾ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദിസ് ഫീച്ചേഴ്സ്. ഓക്കെ. മാപ്സ് പ്രിപ്പയർഡ് യൂസിങ് ദ അബോവ് എലമെന്റ്സ് ആർ ആക്യുറേറ്റ് ആൻഡ് ക്ലിയർ അല്ലെ. എന്താണ് ഈ മുകളിൽ വിശദീകരിച്ച ഘടകങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഈ ഭൂപടങ്ങളാണ് എന്ത് വ്യക്തവും കൃത്യവുമായ ഭൂപടങ്ങൾ. ഓക്കെ. ആക്യുറേറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും ഈ മേലെ തന്നിരിക്കുന്ന ഈ ഇതൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ച് ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ വ്യക്തവും എന്താണ് ക്ലിയറും ആയിരിക്കും, എന്താണ് കൃത്യവുമായിരിക്കും അല്ലെ. We have discussed in this chapter the history of maps, its uses and essential elements. You can utilize this information in your day-to-day life. എന്താണ് ഈ ഭൂപടങ്ങളുടെ ഉപയോഗം, ചരിത്രം, ആവശ്യ ഘടകങ്ങൾ എന്നീ കാര്യങ്ങളാണല്ലോ ഈ അധ്യായത്തിൽ നാം ചർച്ച ചെയ്തു അല്ലെ. അപ്പൊ നിത്യജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിൽ ഈ അറിവുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കുക. നമ്മളെ മാപ്പിനെ കുറിച്ചിട്ടാണ് അല്ലെ. മാപ്പിന് എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാ വേണ്ട, ഇൻഡെക്സ് വേണം, കൺവെൻഷണൽ സയൻസ് ആൻഡ് സിംബൽസ് വേണം, പിന്നെന്താണ് ഈ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് വേണം, ഡയറക്ഷൻ വേണം, പിന്നെന്താണ് സ്കെയില് വേണം, ടൈറ്റിലൊക്കെ വേണം അല്ലെ. ഇതൊക്കെ വെച്ചിട്ടാണ് എന്താക്കേണ്ടത്, നമുക്ക് എന്താണ് ഈ മാപ്സ് തയ്യാറാക്കേണ്ടത് അല്ലെ. അതൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അത് ആക്യുറേറ്റും ക്ലിയറും ആയിരിക്കും അല്ലെ. അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താക്കുമ്പോൾ ഈ മാപ്പ് എന്തായിരിക്കും, ആക്യുറേറ്റും ക്ലിയറും ആയിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായി മനസ്സിലാക്കുക കേട്ടോ. പ്രാവശ്യം വായിച്ചത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ടീച്ചറെ വീഡിയോ ഒന്നും കൂടി കാണുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങളത് നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ടീച്ചറോടെ ക്ലാസ് എടുത്തതാണ്. അടുത്ത ചാപ്റ്റർ, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ. താങ്ക് യു.